ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഈ ഒരു വീഡിയോ അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യ അവസാനം കാണുന്നവർക്ക് ഞാനത് വെറുതെ പറഞ്ഞതല്ല എന്ന് മനസ്സിലാവും. ഇത്ര ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ആളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പല വെറൈറ്റി ബൊഗെയിൻ വില്ല പൂക്കൾ നിറഞ്ഞ് കാണുമ്പോൾ ശരിക്കും സ്വർഗ്ഗതുല്യമായിട്ട് തോന്നുന്നൊരു വീടാണിത്. അത്യാവശ്യം നമുക്കൊക്കെ വേണ്ട ബൊഗെയിൻ വില്ല പ്ലാന്റ്സും ഇവിടെ വിൽക്കുന്നുണ്ട്. പേൾ ഗാർഡൻ എന്നാണ് ഈ ഒരു കുഞ്ഞ് നഴ്സറിക്ക് ഒരു പേരിട്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് അതുപോലെ ലൊക്കാലിറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ അവസാനം പറയാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. കുഞ്ഞ് നഴ്സറി ഒന്നും അല്ല, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ തീരെ കുഞ്ഞൊന്നും അല്ലാന്ന്. ഞാൻ ഈ വീടിൻ്റെ മുമ്പിലുള്ള മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നു വരികയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇത്ര നേരം കാണിച്ചത് വരുന്ന വഴി ഈ വീടിൻ്റെ റൈറ്റ് സൈഡായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ലെഫ്റ്റ് സൈഡാണ്. എന്ത് അടുക്കും ചട്ടിയോടും കൂടിയാണ് ഓരോ ചട്ടികളിലും ഇങ്ങനെ ചെടികൾ പൂത്ത് നിൽക്കണേ നോക്ക്. കാഴ്ചകൾ ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാനിതൊക്കെ കണ്ടു തുടങ്ങി ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ പൂക്കൾക്ക് എനിക്ക് കൂടുതൽ മനോഹാരിത തോന്നിയ ഒരു കാര്യമുണ്ട്. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഇത്രയും പൂച്ചെടികൾ ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ 70 വയസ്സിലധികം പ്രായമുള്ള ഒരു കിട്ടു ചേട്ടനാണ് കേട്ടോ. ഇതിൽ ഓരോ ചെടി അത്ര കണ്ട് കെയർ ചെയ്താലാണ് ഇത്ര ഭംഗിയിൽ ഇത് നിൽക്കുക. ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് വെള്ളവും വളവും കൊടുത്താൽ മാത്രം പോരാട്ടോ. ഇതിലെ കേടായ ഇലകളും പൂക്കളൊക്കെ അപ്പം നീക്കം ചെയ്ത് ഇങ്ങനെ നല്ല വൃത്തിയിൽ നിർത്തലൊരു വലിയ പണിയാണ്. ഇല മറിഞ്ഞാണ് ഓരോ ചെടിയിലും പൂക്കൾ നിൽക്കുന്നത്. ഈ ഒരു വൈറ്റ് ബ്യൂട്ടിയുടെയൊക്കെ ചെടി നോക്കിയേ, പൂക്കൾ എത്ര കട്ടയായിട്ടാണ് നിൽക്കുന്നത്. അതും ഇതൊരു ഈവനിങ് ടൈമാണ്. പൂക്കൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടും. ഈവനിങ് ഒരു 6:15 കഴിഞ്ഞ സമയത്ത് വീഡിയോ പിടിക്കുന്നത്. ഇച്ചിരി കൂടെ നേരത്തെ പിടിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് ഈ പൂക്കൾ കാണാമായിരുന്നു. ഇത്രയും മതിയല്ലേ, അല്ലെങ്കിൽ ബോഗൺവില്ല പ്രേമികളൊക്കെ ബോധം കെട്ട് വീഴുന്നത് കണ്ട്. ഇവിടെ കൂടുതലും ബൊഗെയിൻവില്ല തന്നെ ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വേറെ കുറച്ച് ചെടികളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി, നമ്മുടെ 10 മണിയാണ്. ഒത്തിരി നല്ല വലിപ്പമുള്ള ചെടികളുണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് നിർത്തിയേക്കുന്നതുകൊണ്ടാണ് അതിന് ആ ഒരു നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാ വെറൈറ്റി കളേഴ്സും മിക്സപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു കിടു ലുക്ക് വരുന്നത്. വീടിൻ്റെ മുകളിൽ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് കൂടുതലും ഫയറോപ്പാലും ഫ്ലെയിം റെഡൊക്കെ തന്നെയാണ് വെച്ചിരിക്കണേ. നമ്മൾ സ്കൂൾ അസംബ്ലിക്ക് ഹൈറ്റ് വൈസിൽ നിൽക്കില്ലേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റുള്ള ചെടി ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് ഈ വീട്ടിലെ ചേട്ടൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്. തൊട്ടടുത്തുള്ള വീടുകളിലല്ല കേട്ടോ. ഒരു 3-4 വീട് ഇവരുടെ കുടുംബത്തിൻ്റെ തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇതാണേ. ഒരു അനിയൻ്റെ വീടാണ് ഇപ്പുറത്ത് കാണുന്നത്. എല്ലാ വീട്ടിലും ഒരുപോലെ ചെടികളാണ്. ബാക്കി കാണുന്ന വീടിൻ്റെ അവിടെ ഉണ്ട് കുറേ ചെടികൾ. പക്ഷേ ചെടികൾ സെയിലൊക്കെ ചെയ്യണത് ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. വീടുകൾ ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് നോക്കിയാലും അപ്പുറത്തെ വീട്ടിലെ ചെടികൾ ഫുള്ള് കാണാം. അവിടെ നിന്ന് നോക്കിയാലും ഇവിടുത്തെ ഫുള്ള് കാണാം. അപ്പോൾ മൊത്തത്തിലൊരു ചന്തമാണ്. ഈ ഒരു തറവാട്ടിലെ മക്കളെല്ലാവരും തന്നെ ഒരുപോലെ ചെടിക്കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ചില കാഴ്ചകളാണ്. ഇവിടുത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ ചേട്ടനെ ഒന്ന് കണ്ടാലോ. അതായത് നമ്മുടെ താരം വരുന്നുണ്ട് കേട്ടോ. ജോൺസൺ എന്ന് ചേട്ടൻ്റെ പേര്. ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ചേട്ടൻ എത്ര കാലമായിട്ട് ഈ ഒരു നഴ്സറി നടത്തുന്നുണ്ട്? 10 കൊല്ലമായിട്ട്. അപ്പം അതിന് മുമ്പ് ചേട്ടൻ ഓക്കെ അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. താല്പര്യം ഉണ്ടായിരുന്നു. അതൊന്നും നഴ്സറി ആയിട്ടൊന്നും നഴ്സറി ഒന്നും ആയിട്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ചോദിച്ചാൽ നഴ്സറിയിലേക്ക് ഇതാണ് ആളുകൾ വന്ന് ചെടി വാങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ഒത്തിരി പേര്. രണ്ടാമത് വന്ന് മേടിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അതിന് മാത്രം ഭംഗി ഇവിടെ ഉണ്ട് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ ആരും ഇവിടെ ഒന്ന് വണ്ടി നിർത്തി വന്ന് നോക്കും. അപ്പോൾ ചേട്ടന് മെയിനായിട്ട് ബോഗൺവില്ല തന്നെയാണോ ചെയ്യണത്? ഇതിനോടാണ് കൂടുതൽ താല്പര്യം. എല്ലാവരും ഇപ്പോൾ എല്ലാവരും ചെയ്തു പോകുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് തൂക്കിയടികളുണ്ടായിരുന്നു, കല്ലിച്ചെടികളുണ്ടായിരുന്നു. ഫ്രണ്ടൊക്കെ പോയി. ആൾക്കാരൊക്കെ ബോഗൺവില്ലേക്ക് തിരിഞ്ഞാലും ബോഗൺവില്ലാണ്. ഇപ്പൊ ഇവിടെയുള്ള ഈ ചെടികളുടെ ഒക്കെ തന്നെ സ്മോൾ സൈസ് പ്ലാന്റ് ചേട്ടൻ്റെ കയ്യിലുണ്ടോ? ഓ അല്ലേ, ഏകദേശം എല്ലാത്തിൻ്റെ ഉണ്ട്. അത് ഇവിടെ വിൽപ്പനയുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ മീഡിയം ഉണ്ട്, വിൽപ്പനയുണ്ട്. എല്ലാ വെറൈറ്റി ഒരു കാര്യമുള്ളത് ഇപ്പോഴത്തെ ഈ 15 ചട്ടികളൊക്കെ വലുതാ. ഈ ചട്ടികളൊക്കെ അധികം. അപ്പൊ ഈ വലിയ ചട്ടികൾ ഇങ്ങനെ തന്നെ ചേട്ടൻ കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുക്കുന്നുണ്ട്. അത് റിസോർട്ടുകാരും ഒന്ന് മേടിക്കുന്നുണ്ട്, ഹോട്ടലുകാരും ഒന്ന് മേടിക്കുന്നുണ്ട്. അതുപോലെ മണ്ണൂത്തിൽ വലിയ നഴ്സറിക്കാര് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. മണ്ണൂത്തിൽ സാധാരണ നമ്മളെവിടെ പോയാലും ഇത്രയും വലിയ ചട്ടികൾ മണ്ണൂത്തിൽ ചെയ്യാൻ കണ്ടില്ല, അധികം കണ്ടില്ല. മണ്ണൂത്തിലേക്കൊക്കെ ഇത് സാധാരണ ഇവിടുന്ന് ആളുകൾ കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടുത്തെ ചട്ടികൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതും കൂടി പറയാം. അത് എങ്ങും നിങ്ങൾ കാണാത്തായിരിക്കും. ഇതൊക്കെ വെയിറ്റ്ലെസ് ആണ്. എല്ലാ ചട്ടികളും കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓരോ ചട്ടികളും വളരെ വെയിറ്റ്ലെസ് ആണ്. ഓക്കെ, എന്താണ് അപ്പൊ ഈ പോട്ടിംഗ് മിക്സ് എന്താണ്? സംഭവമില്ല.
മണ്ണില്ല. മണ്ണില്ല. ഇത് നല്ല ഈ വലിയ ചട്ടികളിൽ മുഴുവനും മണ്ണ് മീൻസ് അതിന്റെ കടയോട് ചേർന്നിട്ടുള്ള അല്പം മണ്ണുണ്ടാവും. ബാക്കി മണ്ണൊന്നും സംഭവിച്ചില്ല. അപ്പൊ പിന്നെ എന്താണ് ചേട്ടൻ അതിൽ നിറച്ചിരിക്കുന്നത്? എന്ത് പോട്ടിങ്? ചകിരിച്ചോറാണ്. പിന്നെ കാരണം സാധാരണ എല്ലാവരും ചകിരിച്ചോറിൽ അങ്ങനെ ബോഗൺവില്ല വെക്കരുത് അങ്ങനെയാണ് പറയാ. പക്ഷെ ഇത് ചേട്ടൻ ചകിരിച്ചോറിൽ തന്നെ വെച്ച് സക്സസ് ആയി പറയാൻ കാരണം ചകിരി എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ എല്ലാ സാധനങ്ങളും അമൃതം കൂടുതലുള്ള അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം. വെക്കാൻ പാടില്ല ശരിക്കും. പക്ഷെ ഞാൻ ചകിരിച്ചോറ് ഓക്കെ. ചേട്ടൻ വെച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വെക്കാം എന്നാണ്. ഏത് പണിയാ വളരെ സിമ്പിളാ. വലിയ ചട്ടികളാണ്. ചെറിയ ചട്ടികൾ ഞാൻ ഈ പറയുമ്പോൾ മണ്ണിട്ട് തന്നെയാണ്. വലിയ ചട്ടികളൊക്കെ വെയിറ്റ്ലെസ് ആയി നമുക്ക് ഏത് പണിയും ചെയ്യാൻ കാണിച്ചില്ല. ചേട്ടൻ പുഷ്പം പോലെയാണ് ആ ചട്ടി എടുത്ത് പൊക്കുകയും താത്തൊക്കെ ചെയ്യുന്നത്. അധികം വെയിറ്റ് ഒന്നും ഇല്ല, മാത്രമേ പിടിക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ ഓക്കെ. എല്ലാ ചട്ടികളും അങ്ങനെ തന്നെയാണ് നിറച്ചിരിക്കണേ അല്ലേ? ഓ, വളരെ ഈസി ആയിട്ടാണ് ചേട്ടൻ അതെടുത്ത് പൊക്കണത്. ഓ, അടിപൊളി. ഓക്കെ. അപ്പൊ ഈ ചട്ടികളൊക്കെ ഇതുപോലെ തന്നെ ചേട്ടൻ സെയിൽ ചെയ്യുന്നുണ്ട്? ഇതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊരാൾ കൊണ്ടുപോയി കഴിയുമ്പോൾ അടുത്ത് ചേട്ടൻ സെറ്റ് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാണ്. ഉണ്ടാവും അല്ലേ? ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ ഇത്രയും മാസം, ഇതിപ്പോ ഫെബ്രുവരി മാർച്ച് ആയില്ലേ, കൊറേയൊക്കെ ചേട്ടൻ സെയിൽ കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ബാലൻസ് ഉള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഇത്, ഉള്ള പ്ലാന്റ് ആണത്. അപ്പൊ ഇനി ഈ ഒരു 1-2 മാസം കൂടെ ഇതുപോലെ തന്നെ പൂ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ആളുകൾക്ക് വന്ന് മേടിക്കാനൊക്കെ, പൂ കണ്ട് മേടിക്കുമ്പോഴാണല്ലോ ആളുകള് അത് വാങ്ങാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജോൺസൺ ചേട്ടൻ പറഞ്ഞു തന്നു. നമുക്ക് ജോൺസൺ ചേട്ടൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അല്ലേ? ഈ കാണുന്ന വലിയ വലിയ പോട്ട്സൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ സൈസ് ചെടികളും ഉണ്ട്, വലുതും ഇടത്തരവും ചെറുതും എല്ലാം ഉണ്ട്. ആളുകൾ ഇഷ്ടംപോലെ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡൻ കാണുകയും ചെയ്യാം, അത്യാവശ്യം വേണ്ട പ്ലാന്റ്സ് വാങ്ങുകയും ചെയ്യാം. ഒരു വലിയ പരന്ന ചട്ടിക്കകത്ത് എന്താ ഭംഗിയായിട്ടാണ് ഈ ചെടിയൊക്കെ ഇരിക്കണേന്നൊക്കെ കൊതിയാവണില്ലേ? ഇവിടെ എന്നെ ഒത്തിരി ആകർഷിച്ച വേറൊരു ചെടിയാണ് ഈ ഒരു കേളിപ്പിടിലാന്തസ്. നല്ല വെയിലേറുള്ളൊരു സ്ഥലത്താണ് ഈ ചെടി തൂക്കിയിട്ടിരിക്കണേ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്ക്. എൻ്റെ വീട്ടിലൊക്കെ ഇത് ആ പച്ച കളറിൽ തന്നെയാണ് കിടക്കണേ. ഈ ഈവനിങ് ടൈമിലെ ഒരു വെട്ടത്തിൽ എന്ത് രസമാണ് ഇതിൻ്റെ കളറൊക്കെ കാണാൻ. ഇവിടെ നമ്മൾ ഈ സൈഡിലായിട്ട് കാണുന്നതെല്ലാം സെയിലിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഒരുമാതിരി എല്ലാ വെറൈറ്റീസും ഉണ്ടെന്നുള്ളതാണേ. ഇവിടെ കണ്ടോ സിംഗിളായിട്ട് ഭംഗിയിലൊരു അടീനി ഇരിക്കുന്നുണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ, അതുപോലെ സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മുകളിലാണ് കയറ്റി വെച്ചിരിക്കണേ. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഇരിക്കുന്നതൊക്കെ നല്ല ഹൈറ്റിലാണ്. ഈ വീടിൻ്റെ മുമ്പിലായിട്ട് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പം ഈ ചെടികൾ ഇങ്ങനെ ഹൈറ്റിലിരിക്കുന്നത് കാണാൻ നല്ല വ്യൂ ആണ്. നല്ല ഐഡിയയിൽ തന്നെ കുറേ പണി ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലെ എല്ലാം സ്ലാബ് അടിച്ച് വെക്കാനായിട്ട്. ബൊഗൻവില്ല ഇതുപോലെ നിറച്ച് പൂക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നല്ല വെയിലേറുള്ളൊരു മുറ്റം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള നല്ലൊരു മനസ്സും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറായി. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സുഖമല്ലേ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പിറകിൽ എഫേർട്ട് എടുത്ത ആ ഒരു ആളെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ചും ആളുടെ ആ ഒരു പ്രായം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണേ. ശരിക്കും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഈ ഒരു ഗാർഡൻ വന്ന് വിസിറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും തൃശ്ശൂർ, എറണാകുളമൊക്കെ സൈഡിലുള്ളവർക്ക് എളുപ്പമാണ്. അതായത് ആളൂരിൽ നിന്ന് മാളയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഗാർഡനും ഈ ഒരു വീടൊക്കെ ഉള്ളത്. റെയിൽവേ ഓവർ ബ്രിഡ്ജിലേക്ക് ഇങ്ങനെ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണാം. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ കാണിച്ചിരുന്ന ആ നഴ്സറിയുടെ ബോർഡിൻ്റെ അടിയിലുണ്ട് ഫോൺ നമ്പറൊക്കെ. അപ്പോൾ അത് നോക്കി നേരത്തെ വിളിച്ചിട്ട് വരാൻ പറ്റുന്നവർ അങ്ങനെ വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.